നമസ്കാരം, ന്യൂസ് അറ്റ് മരീനിലേക്ക് സ്വാഗതം. ഞാൻ എബിൻ ആൻ്റണി. പ്രധാന വാർത്തകൾ. നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേയുടെ ഭാഗമായി മരിയൻ കോളേജ് സ്റ്റുഡൻറ്റ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എത്നിക് ഡേ ആഘോഷങ്ങൾ നടന്നു. കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ MCMS വിദ്യാർത്ഥികൾക്കായി ഫിലിം അപ്രിസിയേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മീറ്റു ആരോപണത്തിൽ കേരളത്തിൽ നിന്നുള്ള ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിൽ. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോ ഉടമയായ സുജീഷ് PS-നെയാണ് ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് മാർച്ച് 5-ന് കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. യുദ്ധഭൂമിയിൽ നിന്നും 486 മലയാളികൾ കൂടി കേരളത്തിലേക്ക്. വാർത്തകൾ വിശദമായി. വേരിയൻ 2022 എന്ന പേരിൽ മാർച്ച് 2-ാം തീയതി 2 മണി മുതലാണ് എത്നിക് ഡേ പരിപാടികൾ നടന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ പരിപാടികളിൽ പങ്കെടുത്തു. 7 ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിച്ച BBA വിദ്യാർത്ഥികൾ വേരിയന്റിൽ 1-ാം സമ്മാനം നേടിയപ്പോൾ സെക്കൻഡ് ഇയർ MCMS 2-ാം സ്ഥാനവും BCom വിദ്യാർത്ഥികൾ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. യുദ്ധങ്ങൾ പിന്നെയും പേടിപ്പെടുത്തുന്ന, മനുഷ്യജീവൻ കാർന്നു തിന്നുന്ന ഈ അവസരത്തിൽ MCSയുടെ ഭാഗത്തു നിന്നും വന്ന ഇത്തരമൊരു ആശയത്തെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് പരിപാടിയിൽ ഭാഗമായി. വേരിയന്റിനെ പറ്റി കൂടുതൽ സംസാരിക്കുവാൻ സ്റ്റുഡന്റ് എഡിറ്ററും പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററുമായ ഇന്ദുലേഖ രാജു നമ്മോടൊപ്പം ചേരുന്നു. ഇന്ദുലേഖ, MCSയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച ശേഷം കോർഡിനേറ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പരിപാടി പറ്റി പറയാനുള്ളത്? വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മളൊരു 1 മന്ത് മുൻപ് തന്നെ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും എത്നിക് ഡേക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ കൊറോണയുടെ ഇഷ്യൂസ് വന്നതുകൊണ്ടും അതുപോലെ തന്നെ സെമസ്റ്റർ ആൻഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഡിലേ വന്നത് ഈ പ്രോഗ്രാം നടത്താൻ. ഇപ്പം എത്നിക് ഡേ നടന്ന ദിവസം തന്നെ ആയാലും നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഒരു പൂർണ്ണ സപ്പോർട്ട് കൊണ്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ കോപ്പറേഷൻ, സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ, ഇതെല്ലാം കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആയത്. പിന്നെ എത്നിക് ഡേ എന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കോസ്റ്റ്യൂം ഡേ മാത്രമല്ല ഉദ്ദേശിച്ചിരുന്നത്, ഇന്ത്യയുടെ എല്ലാ കൾച്ചറിനെയും എങ്ങനെയെങ്കിലും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു യൂണിറ്റിനെ കാണിക്കാനും അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണിക്കുക, ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കൂടി തന്നെ ഈ പ്രോഗ്രാം നടന്നു. അപ്പം ഈ പ്രോഗ്രാം നിങ്ങൾ ഉദ്ദേശിച്ചത് അതിൻ്റെ സത്യയോടുകൂടി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് യൂണിയൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം എത്നിക് ഡേയുടെ അന്ന് നമ്മൾ നടത്തിയ കോമ്പറ്റീഷൻസ് ആയാലും മറ്റ് പ്രോഗ്രാംസ് ആയാലും അതുപോലെ തന്നെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷനൊക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം സീരിയസ്നെസ്സോട് കൂടിയാണ് ഓരോ മത്സരത്തിലും പങ്കെടുത്തത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം എൻജോയ് ചെയ്തു എന്ന്. ഇപ്പം നമ്മൾ നടത്തിയ കോമ്പറ്റീഷൻസിലായാലും ഒരു 6-7 ടീം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ടീമും ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരുടെ കൾച്ചറാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈവൻ ആ സ്റ്റേറ്റിൻ്റെ ഹിസ്റ്ററി അറിയാൻ, അവരുടെ ഡ്രസ് കോഡ്, ബാക്കി കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ട്രഡീഷണൽ ഡാൻസ്, പാട്ട്, അങ്ങനെ എല്ലാം അവരതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം അവർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി അത്രയും ഇൻട്രസ്റ്റോട് കൂടി തന്നെ അവരതിനു വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ചതിലും മനോഹരമായി എന്ന് തന്നെ പറയാം. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ MCSക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മരിയൻ കോളേജിൽ നിന്നും ക്യാമറ പേഴ്സൺ കീർത്തന മനോജിനൊപ്പം ശിൽപ വിനോദ്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ MCMS വിദ്യാർത്ഥികൾക്കായി ഫിലിം അപ്രിസിയേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മികച്ച ഡോക്യുമെൻ്ററിക്കും ചലച്ചിത്ര നിരൂപണത്തിനും ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ഇദ്ദേഹം സയൻസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ്. സിനിമയെയും മാധ്യമങ്ങളെയും കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുകയും നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസം 25-26 തീയതികളിലായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MCMSൻ്റെ നേതൃത്വത്തിൽ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഫിലിം അപ്രിസിയേഷനെ പറ്റിയിട്ട് ഒരു ക്ലാസ് നടത്തുകയുണ്ടായി. CS വെങ്കടേശ്വരൻ സാറാണ് അതിൻ്റെ ക്ലാസ് നയിച്ചത്. അപ്പം പരിപാടിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് കോഴ്സ് കോർഡിനേറ്റർ ട്വിങ്കിൾ സാർ ജോസഫിനോട് ചോദിക്കാം. മാം, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഓക്കെ, 25th 26th ആയിരുന്നു ഫെബ്രുവരി നമ്മൾ ഈ കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു 3rd സെമസ്റ്ററിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു നോൺ ക്രെഡിറ്റ് കോഴ്സാണ്. അപ്പോൾ CS വെങ്കടേശ്വരൻ സാറ് ഒരു ക്യൂറേറ്ററാണ്, ഫിലിം ക്രിട്ടിക്കാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നമുക്കിവിടെ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യം, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗ്യമെന്ന് തന്നെ കരുതണം. അപ്പം സാർ കൂടുതലായിട്ട് ഫിലിം മൂവ്മെൻറ്റ്സ്, ഒരു ഫിലിമിനെ എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം, ഫിലിമിനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് സാർ കൂടുതലായിട്ടും ക്ലാസ്സിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഫിലിം മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടായാലും അതിൻ്റെ ഒരു ഹിസ്റ്ററി, ക്ലാസിക് ഫിലിംസ് നമ്മൾ എന്തുകൊണ്ട് കാണണമെന്ന് എപ്പോഴും സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതിനൊക്കെ ഒരു ആൻസർ അവർക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ കൂടെ കിട്ടുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് നമ്മൾ സ്റ്റുഡൻസിൻ്റെ എടുത്തപ്പോഴത്തേക്കിനും അവർക്ക് നല്ല രീതിയിലുള്ളൊരു ക്ലാസ് ആയിട്ട് തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പം താങ്ക് യു മാം. മരിയൻ കോളേജിൽ നിന്നും ക്യാമറ പേഴ്സൺ കീർത്തന മനോജിനൊപ്പം ശിൽപ വിനോദ്. മീറ്റു ആരോപണത്തിൽ കേരളത്തിൽ നിന്നുള്ള ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിൽ. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോ ഉടമയായ സുജീഷ് PS-നെയാണ് ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് മാർച്ച് 5-ന് കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വിഷയം പുറത്തു വന്നത് മുതൽ ഒളിവിലായിരുന്ന സുജീഷിനെ ശനിയാഴ്ച രാത്രി അഭിഭാഷകന്റെ ഓഫീസിലെത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊച്ചി സിറ്റി പോലീസ് സംഘം പിടികൂടിയത്. അറസ്റ്റിന് ശേഷം 6 സ്ത്രീകൾ ഇത് സംബന്ധിച്ച് പോലീസ് കമ്മീഷണറെ സമീപിച്ചതിനെ തുടർന്ന് സുജീഷിനെതിരെ പോലീസ് 2 FIR കൂടി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ റജി ഭാസ്കർ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരി എന്നിവരുടെ പേരിലും ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈനിൽ അകപ്പെട്ടുപോയ ഇന്ത്യൻ വംശജരെ ഓപ്പറേഷൻ ഗംഗ രക്ഷാദൗത്യം വഴി ഇന്ത്യയിലെത്തിച്ചു. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ ആകെ മലയാളികളുടെ എണ്ണം 2082 ആയി. യുക്രൈനിൽ 2ാം വെടിനിർത്തലും പരാജയമായെങ്കിലും യുദ്ധമേഖലയായ യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ ഗംഗാ ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് കടന്നു. 700ഓളം വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ മാർഗം തെളിഞ്ഞുവെന്നാണ് ഇന്ത്യൻ എംബസി പറയുന്നത്. രക്ഷപ്പെടുത്തുന്ന വിദ്യാർത്ഥികളെ പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം. യുദ്ധഭൂമിയിലകപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസ വാർത്തകളാണ് ലഭിക്കുന്നത്. കായിക വാർത്തകൾ. മരിയൻ കോളേജിൻ്റെ സ്പോർട്സ് മാമാങ്കം എനർജിയ 2022 പരിസമാപ്തിയിലേക്ക്. ജനുവരി അവസാന വാരം ആരംഭിച്ച എനർജിയ 2022 ഈ വാരം പരിസമാപ്തിയിലേക്ക്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് BCA ഒന്നാമതായപ്പോൾ തൊട്ടു പിന്നിൽ MSW സ്ഥാനമുറപ്പിച്ചു. വോളിബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ത്രോബോൾ തുടങ്ങിയ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. നമ്മുടെ കൂടെയുള്ളത് യൂണിയൻ്റെ പ്രതിനിധിയായ ജോയിൻറ്റ് സ്പോർട്സ് സെക്രട്ടറി ജോഷുവ ജോർജ് റോജിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ യൂണിയൻ്റെ സ്പോർട്സിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ? നമ്മുടെ ഇത്തവണത്തെ യൂണിയൻ നടത്തുന്ന സ്പോർട്സിൻ്റെ പേരാണ് എനർജി 2022. അപ്പം വർഷങ്ങളായി നടന്നു വരുന്ന സ്പോർട്സിനെ അപേക്ഷിച്ച് ഇത്തവണ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബാച്ച് വൈസിന് പകരം ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിലൂടെ ഒരുപാട് പിള്ളേർക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ജനുവരി മാസം അവസാന ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതിനിടയ്ക്ക് കൊറോണ മൂലം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ സാധിച്ചു. അത് സാധിച്ചത് നമ്മുടെ മാനേജ്മെൻറ്റ് സപ്പോർട്ടും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ബോബി സാറിൻ്റെയും സോനാമിസിൻ്റെയൊക്കെ സപ്പോർട്ടും എടുത്തു പറയേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരുടെ സഹകരണമാണ്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിക്കറ്റിൻ്റെ ഫൈനൽ നടത്തി. BCA വേഴ്സസ് MSW ആയിരുന്നു. BCA ആണ് ജയിച്ചത്. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ മാച്ച് നമ്മൾ ഇന്ന് നടത്തുന്നു. അതുപോലെ തന്നെ ഗേൾസിൻ്റെ ത്രോ ബോളും വോളിബോളും നടക്കുന്നു. ബോയ്സിൻ്റെയും ബാഡ്മിൻ്റൺ നടക്കുന്നുമുണ്ട്. അപ്പം ഈ ഒരു മാർച്ച് മാസം ഫസ്റ്റ് വീക്കോടെ നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് അറ്റ് മരിയനിൽ നിന്ന് ക്യാമറാമാൻ ജിതിൻ അബ്രഹാമിനോടൊപ്പം ഡിനോ ബെന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാഷണൽ ഇൻ്റഗ്രേഷൻ ഡേയുടെ ഭാഗമായി മരിയൻ കോളേജ് സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എത്നിക് ഡേ ആഘോഷങ്ങൾ നടന്നു. കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ MCMS വിദ്യാർത്ഥികൾക്കായി ഫിലിം അപ്രിസിയേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മീറ്റു ആരോപണത്തിൽ കേരളത്തിൽ നിന്നുള്ള ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിൽ. കൊച്ചിയിലെ ടാറ്റു സ്റ്റുഡിയോ ഉടമയായ സുജീഷ് PS-നെയാണ് ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് മാർച്ച് 5-ന് കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. യുദ്ധഭൂമിയിൽ നിന്നും 486 മലയാളികൾ കൂടി കേരളത്തിലേക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.